നമസ്കാരം. ഈ രാജ്യത്തിന്റെ ദേശീയ ഗീതമായിട്ടുള്ള വന്ദേമാതരം പൂർണ്ണമായും ആലപിച്ചതിനെ തുടർന്ന് ഇന്ന് കേരളത്തിലുണ്ടായിരിക്കുന്ന വിവാദം ദൗർഭാഗ്യകരമാണ്. വന്ദേമാതരം ഈ രാജ്യത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന ദേശാഭിമാനികളെ രാജ്യബോധത്താൽ ആവേശം കൊള്ളിപ്പിച്ച ഒരു ഗീതമാണ്. 1905 ബംഗാൾ വിഭജനത്തെ ചെറുത്തുതോൽപ്പിക്കാൻ ഈ രാജ്യത്തിന് കരുത്തു പകർന്നത് വന്ദേമാതര ഗീതമാണ്. 1937 വരെ ഈ രാജ്യത്ത് വന്ദേമാതരം പൂർണ്ണമായിട്ടും പാടിയിരുന്നു. കോൺഗ്രസിന്റെ സമ്മേളനങ്ങളിൽ അത് ആവേശോജ്വലമായിട്ടുള്ള ഒരു മഹത് ഗീതമായിട്ടാണ് പരിഗണിക്കപ്പെട്ടിരുന്നത്. എന്നാണോ കോൺഗ്രസ് മതത്തിന്റെ പേരിൽ രാജ്യത്തെ പാകിസ്ഥാനാക്കാനും വെട്ടിവിഭജിക്കാനും തീരുമാനിച്ചത്, അന്നവർ ആദ്യം ചെയ്തത് വന്ദേമാതരത്തെ വെട്ടി വികൃതമാക്കുകയായിരുന്നു. 1950 ഈ രാജ്യത്തിന്റെ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് പറഞ്ഞു, വന്ദേമാതരം പൂർണ്ണമായിട്ടും പാടണമെന്ന്. പക്ഷേ കോൺഗ്രസ് അതിന് തയ്യാറായില്ല. വന്ദേമാതരം പൂർണ്ണമായും പാടുന്നതിനെ എതിർത്ത സഖാവ് റിയാസ് വിഭജനവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ഗണപതി മിത്താണെന്ന് പറഞ്ഞ് കുപ്രസിദ്ധനായിട്ടുള്ള വ്യക്തിയാണ് റിയാസ്. മാർക്സിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം ഗണപതി മാത്രമല്ല, രാജ്യം തന്നെ മിത്താണ് എന്നാണ് അവരുടെ സങ്കല്പം. ഈ രാജ്യത്തെ 14 വെട്ടി വിഭജിക്കണമെന്നാണ് മാർക്സിസ്റ്റുകാർ ഒരു കാലത്ത് വാദം ഉന്നയിച്ചിരുന്നത്. മാർക്സിസ്റ്റുകളും മൗദൂദികളും ഒരുമിച്ചു ചേർന്ന് ഈ രാജ്യത്തിന്റെ മൗലികമായിട്ടുള്ള സത്തയെ നശിപ്പിക്കാൻ ശ്രമിച്ചാൽ കേരളം മാപ്പ് നൽകില്ല. കേരളത്തിൽ ഇത്തരത്തിലുള്ള വിഘടനവാദം പ്രോത്സാഹിപ്പിക്കുന്ന, ദേശീയതയിൽ വർഗീയത കുത്തിത്തിരികാൻ ആഗ്രഹിക്കുന്ന ഇവർക്കെതിരെ ഒരുമിച്ചു നിന്ന് ഈ ശക്തികളെ ചെറുത്തു തോൽപ്പിക്കണം. ഇന്ത്യ മുന്നണിയുടെ രാജ്യദ്രോഹ സമീപനത്തെ ചെറുക്കണം, തടയണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്.